നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ഇന്ന് സിറ്റിയുടെ മൈതാനത്ത് നടന്ന രണ്ടാം പാദ ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് റയൽ സെമി ഉറപ്പിച്ചത്. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. ആദ്യപാദം 3-3 എന്ന നിലയിലായിരുന്നു. ഇതോടെ അഗ്രഗേറ്റ് സ്കോറിലും 4-4 എന്ന തുല്യത വന്നതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് എത്തുകയും റയൽ വിജയിക്കുകയുമായിരുന്നു. എത്തിയാദിൽ കൗണ്ടർ അറ്റാക്കിൽ ഊന്നിയാണ് റയൽ കളിച്ചത്. 12-ാം മിനിറ്റിൽ റോഡ്രിഗയിലൂടെ റയൽ മാഡ്രിഡ് മുന്നിലെത്തി. ഈ ഗോളിന് ശേഷം സിറ്റിയുടെ ആധിപത്യമാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ റയൽ ഡിഫൻസ് സിറ്റിയുടെ ആക്രമണങ്ങളെ തടഞ്ഞു. എന്നാൽ രണ്ടാം പകുതിയിൽ 76-ാം മിനിറ്റിൽ ഡോക്കുവിന്റെ അസിസ്റ്റിൽ ഡിബ്രൂയിനയിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി സമനില പിടിച്ചു. 90 മിനിറ്റ് കഴിഞ്ഞും സമനില തുടർന്നു. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിലും ഗോൾ വന്നില്ല. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. ഷൂട്ടൌട്ടിൽ സിറ്റിയുടെ ആദ്യ കിക്ക് ഹൂലിയൻ അൽവാരസ് ലക്ഷ്യത്തിലെത്തിച്ചു. എന്നാൽ റയലിന്റെ ആദ്യ കിക്ക് എടുത്ത മോഡ്രിച്ചിന്റെ ഷോട്ട് എഡേഴ്സൺ തടഞ്ഞു. സിറ്റിയുടെ രണ്ടാം കിക്ക് എടുത്ത ബെർണാഡോ സിൽവയുടെ ഷോട്ട് ലുനിന്റെ കൈകളിൽ. റയലിന്റെ രണ്ടാം കിക്ക് എടുത്ത ബെല്ലിംഗ്ഹാം കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചു. കോവാച്ചിച്ച് എടുത്ത സിറ്റിയുടെ മൂന്നാം കിക്കും ലുനിൻ തടഞ്ഞു. പിന്നാലെ വാസ്കസ്, നാച്ചോ, റുഡിഗർ എന്നിവർ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചതോടെ ഷൂട്ടൌട്ടിൽ വിജയത്തോടെ റയൽ സെമിയിലേക്ക് മുന്നേറി. സെമി ഫൈനലിൽ ആഴ്സണലിനെ പരാജയപ്പെടുത്തിയെത്തുന്ന ബയേൺ മ്യൂണിക്കാണ് റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.